അല്ലാഹുവിൻ്റെ അതിമഹനീയമായ അത്യുത്തമമായ നാമങ്ങളിൽ അർ-റബ്ബ് എന്ന നാമത്തെയാണ് നമ്മളിവിടെ സംസാര വിഷയമാക്കുന്നത്. അല്ലാഹുവിൻ്റെ അർ-റബ്ബ് എന്ന നാമം 900-ലേറെ പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴികളിലും ഏറെ വന്നിട്ടുള്ള ഒരു നാമമാണ് റബ്ബ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുന്ന പ്രാർത്ഥനാ വചനങ്ങളിൽ ഏറെക്കുറെയെല്ലാം അത് റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ നാമം വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. ഇൻഷാ അല്ലാഹ് വഴിയെ അതിനെക്കുറിച്ചുള്ള പരാമർശം തുടരുന്നുണ്ട്. അർ-റബ്ബ് എന്ന് പറഞ്ഞാൽ ഭാഷാ പണ്ഡിതൻ ഇബ്നു മംബൂർ പറഞ്ഞു, അർ-റബ്ബ് യുത്ലഖു ഫിൽ ലുഗത്തി അലൽ മാലികി വസ്സയ്യിദി വൽ മുദബ്ബിരി വൽ മുറബ്ബി വൽ ഖയ്യിമി വൽ മുൻഇം. അർ-റബ്ബ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത് അൽ മാലിക് ഉടമസ്ഥൻ, വസ്സയ്യിദ് യജമാനൻ, വൽ മുദബ്ബിർ നിയന്താവ്, വൽ മുറബ്ബി പരിപാലകൻ, വൽ ഖയ്യിം നിയന്ത്രിക്കുന്നവൻ, വൽ മുൻഇം അനുഗ്രഹമരുളുന്നവൻ. ഈ അർത്ഥങ്ങളിലൊക്കെ അർ-റബ്ബ് എന്ന് ഭാഷയിൽ പ്രയോഗിക്കും. ഈ ഭാഷാപ്രയോഗങ്ങൾ എന്തർത്ഥമാക്കുന്നുവോ അതുതന്നെയാണ് സാങ്കേതികമായി അർ-റബ്ബ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വർ-റബ്ബ് ഹുവല്ലദീ യുറബ്ബി അബ്ദഹു. അർ-റബ്ബായ അല്ലാഹു അവൻ തൻ്റെ ദാസനെ പരിപാലിക്കുന്നു. ഫയുഅ്തിയഹു ഖൽഖഹു ആ ദാസൻ്റെ സൃഷ്ടിപ്പ് നൽകി. സുമ്മ യഹ്ദീഹി ഇലാ ജമീഇ അഹ്വാലിഹി ദാസനെ സൃഷ്ടിച്ച് ദാസൻ്റെ മുഴുവൻ അവസ്ഥകളിലും ആ ദാസന് മാർഗം കാണിച്ച് എങ്ങനെ ദാസനെ പരിപാലിക്കുന്നുവോ, ആരാണോ പരിപാലിക്കുന്നത് അവനാണ് റബ്ബ്. ഒരാൾക്ക് ജന്മം നൽകിയിട്ട് മുഴുവൻ അവസ്ഥകളിലും ആ ദാസന് മാർഗം കാണിക്കുക, ഇതാണ് റബ്ബിൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുഴുവൻ അവസ്ഥകളിലും നമുക്ക് മാർഗദർശനം അരുളുന്നവനാണ്. നമ്മളുടെ ഭൗതിക ജീവിതം ഇവിടെ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ മാത്രമല്ല, പ്രത്യുത നമ്മളുടെ ഇഹപര വിജയങ്ങൾക്കും ഇഹത്തിലെയും പരത്തിലെയും ക്ഷേമങ്ങൾക്കും അനിവാര്യമായ ഇബാദത്തുകൾ എന്താണ്, പുണ്യപ്രവൃത്തികൾ എന്താണ്, സന്മാർഗ ചര്യകളും വഴികളും ഏതാണ്, ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അരുളിയ കൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർ-റബ്ബ് എന്ന നാമം. ആ നാമം അർത്ഥമാക്കുന്നത് അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ എതിരാളികളോട് ചോദിച്ചില്ലേ, അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വ ആബാഉകുമുൽ അഖ്ദമൂൻ. നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കളും ആരാധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫഇന്നഹും അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെല്ലാം എൻ്റെ ശത്രുക്കളാണ്, റബ്ബുൽ ആലമീൻ ഒഴിച്ച്, ലോകരുടെ റബ്ബായ അള്ളാഹു ഒഴിച്ച്, റബ്ബുൽ ആലമീൻ ഒഴിച്ച്. ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത സകലവുമാണ്. അള്ളാഹു അല്ലാത്ത സകലത്തിൻ്റെയും റബ്ബ് അത് അള്ളാഹുവാണ്. ഈ റബ്ബ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എൻ്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് റബ്ബിൻ്റെ സവിശേഷത എണ്ണുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ റബ്ബ്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗം കാണിക്കുന്നവനാണ് അവൻ.
വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാകുന്നു എനിക്ക് അന്നം നൽകുന്നത്, എനിക്ക് പാനം ചെയ്യുവാൻ പാനജലം നൽകുന്നവൻ, എന്നെ കുടിപ്പിക്കുന്നവൻ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് സൗഖ്യം ശമനം നൽകുന്നത് അവനാകുന്നു. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, അവനാകുന്നു എന്നെ മരിപ്പിക്കുകയും എനിക്ക് ജീവനിടുകയും ചെയ്യുന്നവൻ. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ അന്ത്യനാളിൽ എൻ്റെ പാപങ്ങൾ അവൻ പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷ വെക്കുന്നവൻ അവനാകുന്നു. അപ്പോൾ ആരാ റബ്ബ്? റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും മുഴുവൻ അവസ്ഥകളിലും മാർഗദർശനമരുളുന്നവനും ആരാണോ അവനാകുന്നു റബ്ബ്.